എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതല്പം മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. അപ്പോൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു മസാല ചെറുതായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായി അല്പം ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ നല്ലോണം ചെമ്മീനിൽ മസാലയൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ചെമ്മീൻ റോസ്റ്റിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനായി 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ജീരകം എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും എടുക്കാം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മുഴുവൻ മല്ലിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഫ്രൈ പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ മസാല ഇതിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലെ മസാലേൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയിട്ടൊക്കെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു 1 കിലോ ചെമ്മീനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇത് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനിപ്പോൾ മസാലയൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഇതുപോലെ മസാല ഇങ്ങനെ പൊടിച്ചെടുത്ത് ഒരു ഗ്രേവിയൊക്കെ ആക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈസിലുള്ള പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കാഷ്യൂ ആണ്. അപ്പോൾ കാഷ്യൂനട്ട് ഒരു 5-6 കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് വരാം ആദ്യം. അങ്ങനെ ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇതിപ്പോൾ ആയിട്ടുള്ളത്. ഇനി ഇതിന് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുമ്പോൾ ഇത് നല്ലൊരു ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ആദ്യം ഇതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നീട് അല്പം വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുള്ളത്. ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഞാൻ ഇതുപോലെ ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തേങ്ങയുടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് തേങ്ങയുടെ എണ്ണ തന്നെ എടുക്കാനൊന്ന് ശ്രദ്ധിക്കണം, അതിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഈ എണ്ണയിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചെമ്മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒന്ന് ഇത് വെന്ത് വരുന്ന ആ ഒരു പരുവത്തിലുള്ള ഫ്രൈ ഒന്ന് ആക്കിയെടുത്താൽ മതി. 1 മിനിറ്റിന് ശേഷം ഇത് പതുക്കെ ഒന്ന് മറ്റേ സൈഡൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ ആ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിനെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി, നല്ല ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ചെമ്മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിൽ ഒരു അല്പം ചെറിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതും കൂടി ഇതിലേക്കിട്ട് ഈ ഓയിലിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ഉള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തക്കാളിയോ പച്ചമുളകൊന്നും ഈ ഒരു റോസ്റ്റിലേക്ക് എടുക്കുന്നില്ല.
അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു എണ്ണയിൽ. ഈ സമയം എണ്ണ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്പം എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമില്ല. ഇനി കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത മസാല ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഈ എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇങ്ങനൊരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാലയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിൽ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ലൂസാകാൻ പാടില്ല. ഈ ഒരു മസാല കുറച്ച് കട്ടിയായിട്ടാണ് ഈ ഒരു ഗ്രേവിയൊക്കെ ഇതിൻ്റെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇത് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊണ്ടേയിരിക്കണം. അതിൻ്റെ ആ ഒരു മുളകിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു മസാലേൻ്റെ ആ ഒരു മണമൊക്കെ വരുന്ന ആ സമയത്ത് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.